നമസ്കാരം. റഷ്യയെ തറപറ്റിക്കണമെന്നതാണ് നാറ്റോയുടെ ലക്ഷ്യം. അതിനായി ഉക്രൈനെ ബലിയേടാക്കി മുന്നിൽ നിർത്തി നാറ്റോ റഷ്യയോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ യുദ്ധം ചെയ്തു തുടങ്ങിയിട്ട് വർഷം 3 കഴിഞ്ഞു. യുദ്ധത്തിൽ വലിയ സാമ്പത്തിക ആയുധ സഹായങ്ങൾ നൽകിയിട്ടും ഉക്രൈനെ കടുത്ത സാമ്പത്തിക ബാധ്യതയിലേക്ക് തള്ളിയിട്ടിട്ടും റഷ്യയെ തോൽപ്പിക്കുവാനോ ഏതെങ്കിലും തരത്തിൽ തളർത്താനോ കഴിയാത്ത സാഹചര്യത്തിൽ നാറ്റോ രാജ്യങ്ങൾ പുതിയ ഇരയെ തേടിയുള്ള യാത്രയിലാണ്. പാശ്ചാത്യ പ്രതിരോധ നയതന്ത്ര മേഖലകളിൽ മറ്റൊരു രാജ്യത്തിന്റെ പേര് ഉയർന്നു കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു: മോൾട്ടോവ. ഉക്രൈനും റൊമാനിയയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ കരയാൽ ചുറ്റപ്പെട്ട രാജ്യമാണിത്. യൂറോപ്പിലെ അടുത്ത പ്രധാന ഭൗമരാഷ്ട്രീയ സംഘർഷ മേഖലയായി മോൾട്ടോവ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ലെന്ന് ദീർഘകാലം കരുതപ്പെട്ടിരുന്ന മോൾട്ടോവ റഷ്യയെ തകർക്കുന്നതിനുള്ള നാറ്റോയുടെ ഏറ്റവും പുതിയ ആയുധമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി ഇപ്പോ വലിയ രാഷ്ട്രീയ, സൈനിക, നയതന്ത്രപരമായ മാറ്റങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഉക്രൈൻ യുദ്ധമേഖലയോട് അടുപ്പമുള്ള രാജ്യമാണ് മോൾട്ടോവ. പ്രത്യേകിച്ച് ഒഡേസ മേഖലകളുമായി അതിർത്തി പങ്കിടുന്ന രാജ്യം. അതോടൊപ്പം റൊമാനിയയുമായും അതിർത്തി പങ്കിടുന്നുണ്ട്. നാറ്റോ, യൂറോപ്യൻ യൂണിയൻ എന്നിവയുടെ അംഗരാജ്യമാണ് റൊമാനിയ. അതുകൊണ്ട് തന്നെയാണ് മോൾട്ടോവ റഷ്യയുടെ പ്രതിരോധ തടസ്സമോ അല്ലെങ്കിൽ നാറ്റോയുടെ പ്രവേശന കവാടമോ ആയി മാറാനുള്ള സാധ്യത വർദ്ധിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. അതാണ് ട്രാൻസ്നിസ്ട്രിയ. മോൾട്ടോവയിലെ റഷ്യൻ സ്വാധീനത്തിലുള്ള പ്രദേശമാണ് ഇവിടെ ഇപ്പോഴും റഷ്യൻ സൈനികരും ആയുധങ്ങളും നിലയുറപ്പിക്കാറുണ്ട്. ഉക്രൈൻ നാറ്റോ പക്ഷത്തേക്ക് തിരിയുകയും റഷ്യൻ ആക്രമണം ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിൽ മോൾട്ടോവ റഷ്യൻ പക്ഷത്തിലേക്കുള്ള മറ്റൊരു ശക്തി കേന്ദ്രമായി മാറില്ലെന്ന് ഉറപ്പാക്കുന്നതിനോട് കൂടി വേണ്ടിയുള്ള ശ്രമങ്ങളാണ് പാശ്ചാത്യ രാജ്യങ്ങൾ നടത്തുന്നത്. 2022 മുതൽ യൂറോപ്യൻ യൂണിയൻ മോൾട്ടോവയുമായുള്ള ബന്ധം പുനർനിർവചിച്ചു. ഇതുകൊണ്ട് തന്നെ പ്രതിരോധത്തിനും സാമ്പത്തിക ഭദ്രതയ്ക്കും ഊന്നൽ നൽകാൻ തയ്യാറാവുകയുണ്ടായി. 2022 ജൂണിൽ മോൾട്ടോവ ഔദ്യോഗികമായി ഒരു യൂറോപ്യൻ യൂണിയൻ കാൻഡിഡേറ്റ് സ്റ്റേറ്റായി മാറിയിരുന്നു. 2025 ജൂലൈയിൽ ചിസിനൌവിൽ നടന്ന യൂറോപ്യൻ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി ഉച്ചകോടിയിൽ മോൾട്ടോവയുടെ യൂറോപ്യൻ ഭാവിക്കുള്ള പൂർണ്ണ പിന്തുണ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ വേദിയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. മോൾട്ടോവ ഒരു സംഘർഷ മേഖലയായി മാറിയാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ദൂരവ്യാപകമായിരിക്കുമെന്ന സുരക്ഷാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ബാൽക്കൻ മേഖലയിൽ കൊസാവോ, ബോസ്നിയ, മസഡോണിയ അസ്ഥിരത ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ടെന്നും പടിഞ്ഞാറൻ യൂറോപ്പിലേക്ക് ഊർജ വിതരണ തടസ്സങ്ങളും കുടിയേറ്റക്കാരുടെ എണ്ണം കൂടാനും സാധ്യതയുണ്ട്. സൈബർ ആക്രമണങ്ങൾ, രാഷ്ട്രീയ ഇടപെടലുകൾ, നിർണായക അടിസ്ഥാന സൗകര്യങ്ങളിലെ അട്ടിമറി തുടങ്ങിയ ഹൈബ്രിഡ് യുദ്ധങ്ങൾക്കുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഉക്രൈൻ എന്ന രാജ്യത്തെ സ്വന്തം പക്ഷത്ത് കൊണ്ടുവരാൻ നാറ്റോ അതിനെ ഒരു യുദ്ധഭൂമിയാക്കി മാറ്റുകയായിരുന്നു. ഇപ്പോഴിതാ മറ്റൊരു രാജ്യത്തെയും സമാന സാഹചര്യങ്ങളിലൂടെ നടത്തിച്ച് മറ്റൊരു ഉക്രൈനാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് നാറ്റോയും യൂറോപ്യൻ യൂണിയനും. മോൾട്ടോവ ഈ സഖ്യങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമുള്ള ലക്ഷ്യസ്ഥാനമാണ്. അവസരങ്ങൾ മുതലെടുക്കാനുള്ള നാറ്റോയുടെ മികവ് മോൾട്ടോയുടെ വിധി എഴുതി കഴിഞ്ഞു. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച